നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസ് പിടിയിൽ. പോലീസും നാട്ടുകാരും ചേർന്ന് ഇന്നലെ രാത്രി ഏറെ നേരം പോത്തുണ്ടി മട്ടായി മേഖലയിൽ നടത്തിയ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയ ശേഷമാണ് ചെന്താമര പോലീസ് പിടിയിലായത്. പോലീസ് പിൻവാങ്ങിയ ശേഷം പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി 2 വീതം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. പോത്തുണ്ടി മലയിൽ ഒളിച്ചിരുന്ന പ്രതി വിശപ്പ് സഹിക്കാനാവാതെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസ് പിടിയിലായത്. ഇവിടെ നിന്നും പോലീസ് പിൻവാങ്ങിയെന്ന പ്രതീതിയുണ്ടാക്കിയ ശേഷം തന്ത്രപരമായാണ് പ്രതിയെ പിടികൂടിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ എത്തിച്ച നെന്മാറ സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ. രോഷാകുലരായ ജനം ചെന്താമരയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഗേറ്റ് തള്ളി തുറന്ന് കടക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ലാത്തി വീശി. പിൻവാങ്ങിയ ജനക്കൂട്ടം വീണ്ടും സംഘടിച്ച് തിരികെ വന്നതോടെ വീണ്ടും പോലീസ് ലാത്തി വീശുകയായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം നേരത്തെ പിരിഞ്ഞുപോയ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു തൻ്റെ ആദ്യ ലക്ഷ്യമെന്ന് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് ഭാര്യയെ വിളിച്ചു വരുത്തി വകവരുത്താനാണ് പദ്ധതിയിട്ടതെന്നും പോലീസിനോട് പറഞ്ഞു. അതേസമയം സജിതയെ കൊലപ്പെടുത്തിയതിലുള്ള പക സുധാകരന് തന്നോട് ഉണ്ടെന്നും സംശയിച്ചെന്നും സുധാകരൻ തന്നെ ആക്രമിക്കുമെന്ന സംശയത്തെ തുടർന്നാണ് ഇയാളെയും അമ്മയെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പോലീസ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ വീഴ്ച സംഭവിച്ചെന്ന SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ SHO മഹേന്ദ്ര സിംഹിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിക്കാത്തത് വലിയ പിഴവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലപാതകം സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ തകർച്ച വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതി ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ പോലീസ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അനാഥരാക്കപ്പെട്ട പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ആശങ്ക മാത്രമാണെന്ന് നിരീക്ഷണവുമായി സുപ്രീംകോടതി. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് മറികടന്നതാണെന്നും അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ 3 അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ 2 ഇരട്ടി കഴിഞ്ഞല്ലോ എന്നും ജസ്റ്റിസ് ഋഷികേഷ് റോയ് ചോദിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കാർട്ടൂൺ കഥാപാത്രം പറയുന്നത് പോലെയാണ് ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്ക എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിനായുള്ള 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി നടത്തിപ്പിന് സമാഹരിക്കുന്ന വായ്പ പോലും കടപരിധി